السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ. നമ്മൾ കഴിഞ്ഞ ദിവസം ഉംറയുടെ ഒരു ഇൻട്രൊഡക്ഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഉംറ കംപ്ലീറ്റ് ചെയ്യാം. ഉംറ എന്ന് പറയുമ്പോൾ ഹജ്ജിന്റെ ഭാഗമായിട്ടുള്ള ഉംറയും അല്ലാതെ ജസ്റ്റ് ഉംറക്ക് വേണ്ടി മാത്രം പോകുന്നവർക്കും രണ്ടുപേർക്കും ഒരേപോലെ ബാധകമായിട്ടുള്ള കാര്യമാണ് ഇൻഷാ അല്ലാഹ്. അപ്പം ആദ്യം നമ്മളുടെ ഹജറുൽ അസ്വദിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഹജറുൽ അസ്വദുമായിട്ട് ബന്ധപ്പെട്ട സുന്നത്തുകൾ എന്തൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പം ഉംറയുടെ സ്റ്റാർട്ടിംഗ് ആയിട്ട് മസ്ജിദുൽ ഹറമിൽ എത്തിച്ചേരലും അല്ലേ, കഅബ കാണുന്ന ആ ഒരു സിറ്റുവേഷൻ വരെയാണ് പറഞ്ഞത്. അതിനുശേഷം നേരെ ചെന്ന് ഹജറുൽ അസ്വദിൽ ബ്ലാക്ക് സ്റ്റോൺ ഹജറുൽ അസ്വദിനെ ഫേസ് ചെയ്തിട്ട് തക്ബീർ ചൊല്ലുക, അല്ലാഹു അക്ബർ. പറ്റുമെങ്കിൽ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഹജറുൽ അസ്വദിനെ ടച്ച് ചെയ്യുക, അതിനെ കിസ് ചെയ്യുക. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റി ഹജറുൽ അസ്വദിലേക്ക് വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളാണ് ഇതെല്ലാം. നമുക്ക് കിസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ടച്ച് ചെയ്ത്, നമ്മളെ വലത് കൈ കൊണ്ട് ടച്ച് ചെയ്തിട്ട് നമ്മുടെ വലത് കൈയിൽ ചുംബിക്കുക. അതിനും പറ്റൂല എന്നുണ്ടെങ്കിൽ ഒരു വടി പോലെ എന്തെങ്കിലും ഒബ്ജക്റ്റ് കൊണ്ട് ഹജറുൽ അസ്വദിനെ ടച്ച് ചെയ്തിട്ട് ആ ഒരു ഒബ്ജക്റ്റ് അതൊരു സ്റ്റിക്ക് ആണെങ്കിൽ അതിനെ കിസ് ചെയ്യാം. ഇതൊക്കെ സുന്നത്തുകളിൽ പെട്ട കാര്യം. അതായത് ഓരോന്ന് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തത്. ഇനി അതും പറ്റൂല എന്നുണ്ടെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് നോക്കി റൈറ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ അടയാളം കാണിച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയാ. അപ്പം നമ്മൾ കയ്യിൽ കിസ് ചെയ്യേണ്ട കാര്യമില്ല. ഹജറുൽ അസ്വദിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ കയ്യിൽ കിസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യം എല്ലാ റൗണ്ടിലും നമുക്കറിയാം. ത്വാഫ് എന്ന് പറയുന്നത് 7 റൗണ്ടാണ്. ഓക്കെ, അപ്പൊ 7 റൗണ്ടിലും ഇതുപോലെ, അതായത് ഏതാണോ നമുക്ക് പറ്റുക, ഹജറുൽ അസ്വദിനെ ടച്ച് ചെയ്യാനാണോ, ടച്ച് ചെയ്ത് കിസ് ചെയ്യാനാണോ, നമ്മുടെ നെറ്റി അതിന് മേലെ വെക്കാനാണോ, ഇനി അതല്ല കൈ കൊണ്ട് ടച്ച് ചെയ്തിട്ട് വലത് കൈ കൊണ്ട് ടച്ച് ചെയ്തിട്ട് വലത് കൈയിൽ കിസ് ചെയ്യാനാണോ, ഇനി അതുമല്ല എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കൊണ്ടോ അതൊരു വടി കൊണ്ടോ അങ്ങനെ ടച്ച് ചെയ്തിട്ട് അതിൽ കിസ് ചെയ്യാനാണോ, ഇനി ഒന്നും പറ്റി നോക്കിയിട്ട് വലത് കൈ കൊണ്ട് അടയാളം കാണിച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയാം. ഇതിൽ എന്താണോ നമുക്ക് ഓരോ സാഹചര്യത്തിലും പറ്റുന്നത് അത് എല്ലാ റൗണ്ടിലും ചെയ്യാം. ഓക്കെ, ഇനി ഹജറുൽ അസ്വദിന്റെ കാര്യം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഹജറുൽ അസ്വദ് ടച്ച് ചെയ്തോളണം എന്ന് നിർബന്ധമില്ല നമ്മുടെ തവാഫ് സ്വീകാര്യമാകാൻ വേണ്ടിയിട്ട്. കാരണം അറിയാം, പോയിട്ടുള്ളവർക്ക് എന്തായാലും അറിയായിരിക്കും അല്ലെ, അവിടെ ഉണ്ടാവുന്ന ആ ഒരു ക്രൗഡും പ്രശ്നങ്ങളും അല്ലെ, തള്ളും, സുബ്ഹാനല്ലാഹ് ഭയങ്കര ജൈജാന്റിക് ആയിട്ടുള്ള വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും നമ്മളെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ തള്ളി മാറ്റുന്നത്. അതുകൊണ്ട് കെയർഫുൾ ആയിരിക്കുക. ഭയങ്കര ക്രൗഡഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവസാനത്തെ ഓപ്ഷൻ നമ്മൾ ആ ഡയറക്ഷനിലേക്ക് നോക്കിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഡയറക്ഷൻ, റൈറ്റ് ഹാൻഡ് കൊണ്ട് ഡയറക്ഷൻ കാണിച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ ഒരു സുന്നത്ത് മതി. അല്ലാതെ നമ്മൾ ആളുകളെ തള്ളി തിക്കി പ്രശ്നം ഉണ്ടാക്കി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു മുസ്ലിമിനെ വേദനിപ്പിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക എന്നുള്ളത് വലിയ തിന്മയാണ്. പക്ഷേ ഹജറുൽ അസ്വദിന് ചുംബിക്കുക എന്ന് പറയുന്നത് ഒരു സുന്നത്ത് മാത്രമാണ്, വാജിബല്ല. അതേപോലെ ഇതിന് പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം ആ ഹജറുൽ അസ്വദിന്റെ ലൈനിൽ നിൽക്കലും ഒഴിവാക്കുക. നമ്മൾ ശ്രമിച്ചു നോക്കുക. പറ്റൂല, സാഹചര്യങ്ങൾ അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ് റൈറ്റ് ഹാൻഡ് കൊണ്ട് ഡയറക്ഷൻ കാണിച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇനി ഹജറുൽ അസ്വദ് തൊടാൻ സാധിക്കുകയാണെങ്കിൽ തൊടുന്നതിലുള്ള ശ്രേഷ്ഠതകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ദ്വാ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തന്നു കഴിഞ്ഞാൽ എന്തും എളുപ്പമാണല്ലോ അല്ലെ, നമുക്ക് ദ്വാ ചെയ്യാം അതിന് വേണ്ടിയിട്ട്. പക്ഷെ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് തൊടരുത്. എന്നാൽ അത് തൊടുന്നതിൽ ശ്രേഷ്ഠതകൾ ഉള്ളതായിട്ട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. സുനൻ തിർമിദിയിൽ വന്നിട്ടുള്ള ഹസനാക്കിയിട്ടുള്ള ഒരു ഹദീസിനകത്ത് ഇപ്രകാരം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ആണേ യൗമുൽ ഖിയാമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജറുൽ അസ്വദിനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. രണ്ട് കണ്ണുകൾ ഉണ്ടാവും. അതിന്റെ കണ്ണുകൾ കൊണ്ട് അത് കാണാൻ പറ്റും. നാവ് ഉണ്ടാവും, നാവ് കൊണ്ട് അതിന് സംസാരിക്കാനും പറ്റും. അതിന് ഹക്കോടുകൂടി യാഥാർത്ഥ്യമായിട്ടുള്ള ഹക്കോടുകൂടി, യഥാർത്ഥ വിശ്വാസത്തോടു കൂടി ആര് അതിനെ ടച്ച് ചെയ്തോ അവന്
സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഹജറുൽ അസ്വദ് യൗമുൽ ഖിയാമയിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിച്ച ഒരു റിപ്പോർട്ടുണ്ട്. ഇനി മറ്റൊരു റിപ്പോർട്ട് അബ്ദുല്ലാഹിബ്നു ഉബൈദ് ഇബ്നു ഉമൈർ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിച്ച ഒരു റിപ്പോർട്ടിനകത്ത് ഒരാൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുക, അല്ലെ അബ്ദുറഹ്മാൻ, എന്തുകൊണ്ടാണ് നീ ഈ 2 കോർണറുകൾ മാത്രം ടച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നത്? ഈ 2 കോർണർ എന്ന് വെച്ചാൽ റുക്നുൽ യമാൻ, നമുക്ക് അതിലേക്ക് വരാം, പ്ലസ് ഹജറുൽ അസ്വദ്. അന്നേരം അദ്ദേഹം പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ആൻഡ് അതിന്റെ കണ്ടിന്യൂഷനായി 7 പ്രാവശ്യം കഅബയെ പ്രകാരം തവാഫ് ചെയ്യുന്നുവോ അവൻ ഒരു അടിമയെ മോചിപ്പിച്ചവനെ പോലെയാണ്. ഫഹുവ കഅഇദലി റുഖബ, ഒരു അടിമയെ മോചിപ്പിച്ചതുപോലെ ആണ്. ഇത് സുനൻ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തതാണ്, ഹസനാക്കിയിട്ടുള്ള ഹദീസാണ്. ഇനി വേറൊരു ഹദീസിനകത്ത് ഹജറുൽ അസ്വദിനെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ഉണ്ട്. ഇത് അഹ്മദും തിർമിദിയും റിപ്പോർട്ട് ചെയ്തതും ഹസൻ സ്വഹീഹാക്കിയിട്ടുള്ള ഹദീസുമാണ്. അതിനകത്ത് ഹജറുൽ അസ്വദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ഒരു കല്ലാണ്. അത് പാലിനേക്കാൾ വെളുത്തതായിരുന്നു. പിന്നെ ആദമിന്റെ സന്തതികളുടെ തിന്മകൾ മൂലം അത് കറുത്തുപോയതാണ്. ഓക്കെ, ഇത് ഹജറുൽ അസ്വദിനെ കുറിച്ച് ഉള്ള ഒരു റിപ്പോർട്ടാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത്, അഹ്മദും തിർമിദിയും ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഹസൻ സ്വഹീഹാക്കിയിട്ടുള്ള ഹദീസാണ്. ഇനി ഹജറുൽ അസ്വദിനെ കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ അതിനുശേഷം പല പല കാര്യങ്ങൾ കാരണം, ഫയർ, തീ ബാധിച്ചത്, വെള്ളപ്പൊക്കം കാരണം, അങ്ങനെ പല പല കാരണങ്ങൾ കാരണം അതിന് പല ഡാമേജുകളും വന്നിട്ടുണ്ട്. 930 പർമാത്തിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷിയാക്കളുടെ ആണെന്ന് തോന്നുന്നു, മുസ്ലിംസ് തന്നെ ഒരു ഗ്രൂപ്പ്, അവർ ഹജറുൽ അസ്വദിനെ കട്ടുകൊണ്ടുപോയ ഒരു സംഭവം കൂടെയുണ്ട്. ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു കിട്ടുന്നത്. അങ്ങനെ പല രീതിയിൽ ഹജറുൽ അസ്വദിന് പല പ്രശ്നങ്ങളും സംഭവിച്ച് കുറച്ച് ഡാമേജുകളൊക്കെ പറ്റിയിട്ട് ബാക്കി പാർട്സ്, ഓക്കെ, ഈ അവശേഷിച്ചിരിക്കുന്ന പാർട്സ് എല്ലാം കൂടെ വൃത്തിയായി സിമന്റ് ഒക്കെ ചെയ്ത് ഒരു സിൽവർ ഫ്രെയിമിൽ വെച്ചതാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഹജറുൽ അസ്വദ്. പല കാലഘട്ടങ്ങളായിട്ടില്ലേ, വർഷങ്ങളായിട്ട് അതിന് സംഭവിച്ച പല കാര്യങ്ങളും ഒക്കെ കേടുപാടുകളൊക്കെ തീർത്ത് ഇതേപോലെ ഒരു ഫ്രെയിമിനകത്ത് വെച്ചിട്ടുള്ള ഒരു സ്റ്റോണാണ് നമ്മളിപ്പോൾ കാണുന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത്. അപ്പം അത്രയും ഹജറുൽ അസ്വദ്. ഇനി നമുക്ക് തവാഫിലേക്ക് ശരിക്കുള്ള രീതിയിൽ കാലെടുത്ത് വെക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം കഅബയ്ക്ക് ചുറ്റുമാണ് തവാഫ് ചെയ്യുന്നത്. നമുക്കറിയാം ഹജറുൽ അസ്വദിൽ നിന്നാണ് സ്റ്റാർട്ടിങ് തവാഫിന്റെ. നമ്മൾ ഡയറക്ഷൻ എങ്ങനെയാന്ന് വെച്ചാൽ കഅബ നമ്മുടെ ഇടതുവശത്തുള്ള രീതിയിലാണ് തവാഫ് ചെയ്യുക. നമുക്ക് അതൊരു പിക്ചറിൽ കാണാം. അപ്പൊ ജസ്റ്റ് ഇപ്പൊ പോയിന്റ്സ് മാത്രം പറഞ്ഞിട്ട് പോവാം. കഅബ ഇടതുവശത്തായിരിക്കണം. കഅബയുടെ ചുറ്റും 7 തവണ ഹജറുൽ അസ്വദ് കടന്നിട്ട് പോകണം. അതായത് ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഹജറുൽ അസ്വദിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ഫസ്റ്റ് റൗണ്ട്, പിന്നെ അടുത്ത റൗണ്ട്, അങ്ങനെ 7 പ്രാവശ്യം ഹജറുൽ അസ്വദിലേക്ക് എത്തുക. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കുന്നത്. ഹജറുൽ അസ്വദ് ചുംബിക്കുക, അല്ലെങ്കിൽ ഓരോ തവണ കടന്നു പോകുമ്പോഴും വലത് കൈകൊണ്ട് ആ ദിശയിൽ അടയാളം കാണിച്ച് തക്ബീർ പറയുക. അതായത് എല്ലാ ഷൗത്തിലും, ഷൗത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു റൗണ്ടിനാണ് ഷൗത്ത് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു പിക്ചറൈസേഷൻ ഒന്ന് നോക്കാം. കഅബ, ഈ ഒരു ലൈൻ കണ്ടോ, ഹജറുൽ അസ്വദിന്റെ കോർണറിലുള്ള ലൈൻ, ഇവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ ഒരു സർക്കിൾ, ഇങ്ങനെയാണ് സർക്കിൾ, ഇതിന്റെ ആരോ പോകുന്നത് നോക്കിയോ, ഇങ്ങനെയാണ് ഡയറക്ഷൻ വരിക. ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡാണ് കഅബയിലേക്ക് ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെയാണ് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി മഖാമു ഇബ്രാഹിമിന്റെ സ്ഥാനം ഇതാണ്. മഖാമു ഇബ്രാഹിമിനെ കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് വരാം. ഇത് കഅബയുടെ ഡോറ്. ഇനി ഹിജ്ർ അൽ കഅബ, നമ്മൾ കഴിഞ്ഞ ദിവസം പിക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് റുക്നു ഇറാഖി, ഓക്കെ, ഇറാഖ് കോർണർ, ഈ ഒരു കോർണറാണ് ഇറാഖ് കോർണർ. അടുത്തത് മീസാബൽ കഅബ, ഇവിടെ ഒരു ചെറിയൊരു പാത്തി പോലെ വെള്ളം ഒഴുകി പോകുന്ന ഒരു ഭാഗം ഉണ്ടാവും, അതാണ് മീസാബൽ കഅബ. കാണുന്നുണ്ടല്ലോ അല്ലെ ഈ ഒരു, ഓക്കെ. അടുത്തത് റുക്നൽ ഗർബി, ഓക്കെ, ഈ ഒരു കോർണർ റുക്നൽ ഗർബി, അതായത് മഗ്രിബ് എന്നുള്ള വാക്കിൽ നിന്ന് വരുന്ന ഗർബ്. അടുത്തത് റുക്നൽ യമനി കോർണർ, ഓക്കെ.
അപ്പം നമ്മളിപ്പോൾ 3 കോർണർ കണ്ടു കേട്ടോ. റുക്നൽ ഇറാഖി കണ്ടു, ഇറാഖി കോർണർ കണ്ടു, റുക്നൽ ഗർബി കണ്ടു, ഓക്കെ, വെസ്റ്റേൺ കോർണർ കണ്ടു, റുക്നൽ യമനി കണ്ടു. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ, ഹജറുൽ അസ്വദിന്റെ കോർണർ. അങ്ങനെ 4 കോർണറുകൾ. അടുത്തത് ഹജറുൽ അസ്വദ്. അപ്പം ഇത്രയാണ് കഅബയുടെ നമുക്ക് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട ഭാഗങ്ങളുള്ളത്. ഡയറക്ഷൻ മനസ്സിലായല്ലോ അല്ലെ. തവാഫിന്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹജറുൽ അസ്വദിൽ നിന്ന്. കഅബ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം. അങ്ങനെ 7 റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി തവാഫിലുള്ള 2 സുന്നത്തുകൾ, അത് പുരുഷന്മാർക്കുള്ളതാണ്, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കി പോവാം. അർറമൽ. അർറമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുരുഷന്മാര് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട്, ക്വിക്ക് ആയിട്ട്, സ്പീഡിൽ അവരുടെ ഷോൾഡർ ഒക്കെ മുന്നോട്ട് ആഞ്ഞിട്ട് നടക്കണം ആദ്യത്തെ 3 റൗണ്ടിൽ. പിന്നത്തെ 4 റൗണ്ട് നോർമലായിട്ട്. ഓക്കെ, പുരുഷന്മാർക്ക് അങ്ങനെ ഒരു 3 റൗണ്ട് കുറച്ച് സ്പീഡിൽ, കുറച്ചും കൂടെ തോളൊക്കെ മുന്നോട്ടേക്ക് വരച്ചിട്ട് സ്പീഡിൽ 3 റൗണ്ട്, പിന്നെ ബാക്കിയുള്ളത് നോർമൽ. ഇതിനാണ് റമൽ എന്ന് പറയുന്നത്. അടുത്തത് അൽ ഇത്തിബ. ഇത്തിബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായെന്ന് തോന്നുന്നു, അവര് ഇഹ്റാം വസ്ത്രം വലത് കക്ഷത്തിലൂടെ ഓക്കെ ധരിക്കുക, എന്നിട്ട് ഇടത് തോള് മറക്കുകയും ചെയ്യുക. അത് വലത് തോള് മാത്രം പുറത്ത് കാണിച്ച് ഇടത് തോള് മറച്ചിട്ട് അത് 7 റൗണ്ടിലും അങ്ങനെ തന്നെ ആയിരിക്കണം. ഓക്കെ, ഇത് 2 പുരുഷന്മാർക്ക് മാത്രമുള്ള സുന്നത്തുകളാണ്, അർറമലും അൽ ഇത്തിബായും. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ മാറ്റങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇനി തവാഫിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഏത് തവാഫാണെങ്കിലും, അതായത് ഉംറയുടെ ഹജ്ജിന്റെ ഒക്കെ നിർബന്ധ തവാഫാണെങ്കിലും, ഇനി ഹജ്ജത്തുൽ വദാ പോലെയുള്ള തവാഫാണെങ്കിലും, ഇനി അതല്ല നമ്മൾ അല്ലാതെ ചെയ്യുന്ന ഓപ്ഷണൽ ആയിട്ടുള്ള സുന്നത്തായിട്ടുള്ള നവാഫിലായിട്ടുള്ള തവാഫുകളാണെങ്കിലും എല്ലാം 7 റൗണ്ട് തന്നെയാണ് കഅബക്ക് ചുറ്റും. കഅബ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം. ഒരിക്കലും കഅബ നമ്മുടെ റൈറ്റ് സൈഡിലോ ബാക്കിലോ ആവുന്ന പോലെ, അതായത് നമ്മൾ അങ്ങനെ തിരിയരുത്. നമ്മുടെ ഓരോ മൂവ്മെന്റിലും കഅബ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം. പിന്നോട്ട് നടക്കാൻ പാടില്ല. മസ്ജിദുൽ ഹറമിന്റെ ബൗണ്ടറിന്റെ ഉള്ളിലായിരിക്കണം തവാഫ് ചെയ്യുന്നത്. വേറെ എവിടെയെങ്കിലും പോയിട്ട് തവാഫ് ചെയ്യാൻ പറ്റില്ല. ഈ മസ്ജിദുൽ ഹറമിന്റെ ബൗണ്ടറിന്റെ ഉള്ളിലായിരിക്കണം തവാഫ് ചെയ്യുന്നതെന്ന് പറയാൻ കാരണം, നമുക്കറിയാം തവാഫിന്റെ ഏരിയ, അതായത് തവാഫിന്റെ ചുറ്റുമുള്ള കഅബയുടെ ചുറ്റുമുള്ള ഏരിയ അല്ലാതെ മുകളിലെ ഫ്ലോറിലൊക്കെ തവാഫ് നടക്കാറുണ്ട് അല്ലെ. കാരണം നടക്കാൻ പറ്റാത്ത ആളുകൾക്ക് വണ്ടി, വീൽ ചെയർ സൗകര്യങ്ങളൊക്കെ വേറെ ഫ്ലോറിലൊക്കെ ഒരുക്കാറുണ്ട്. അപ്പം പക്ഷെ എങ്ങനെ തവാഫ് ചെയ്യുകയാണെങ്കിലും മസ്ജിദുൽ ഹറമിന്റെ ബൗണ്ടറിക്ക് ഉള്ളിൽ തന്നെ ആയിരിക്കണം തവാഫ്. തവാഫ് ചെയ്യണമെങ്കിൽ വുദു ഒരു കണ്ടീഷനാണ്. ഓക്കെ, മെജോറിറ്റി പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം തവാഫിന് വുദു ഒരു കണ്ടീഷനാണ്. ആർത്തവമുള്ള സ്ത്രീകള് അവൾ ക്ലീൻ ആവുന്നത് വരെ തവാഫ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മളിപ്പോ കുറച്ച് നേരത്തെ പറഞ്ഞു, നടക്കാൻ പറ്റാത്തവർക്ക് ഏതെങ്കിലും ഒരു വാഹനത്തിൽ എന്തെങ്കിലും അല്ലെ, അവിടെ വേറെയും പല സൗകര്യങ്ങളുണ്ട്, വീൽ ചെയർ ആവാം, ഇനി അതല്ലാത്ത എന്തെങ്കിലും സൗകര്യങ്ങൾ നമുക്ക് തവാഫ് ചെയ്യാം. ഇനി തവാഫിന്റെ കാര്യത്തിൽ, അതായത് കൗണ്ടിൽ എന്തെങ്കിലും സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവിക അല്ലെ, നമുക്ക് നമസ്കരിക്കുമ്പോൾ എത്ര റക്കാത്താന്നുള്ള സംശയം വരും. അതേപോലെ തവാഫിന്റെ കാര്യത്തിൽ അങ്ങനെ സംശയം വന്നു കഴിഞ്ഞാല് നമ്മൾ ലെസ്സർ നമ്പർ, ഇപ്പൊ എനിക്ക് 6 ആണോ 7 ആണോ എന്ന് സംശയം വന്നു കഴിഞ്ഞാൽ 6 കണക്കാക്കിയിട്ട് ഒന്നും കൂടെ ചെയ്യുക. അതായത് ഇത്ര 2 കൗണ്ടിൽ ഏതാണോ ചെറുത് അതിന് ഉറപ്പാക്കിയിട്ട് മറ്റേത് നമ്മൾ ചെയ്യുക, ഡൗട്ട് വന്നു കഴിഞ്ഞാൽ. ഇനി തവാഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തോന്നാന്ന് വെച്ചാൽ ഞാൻ ശരിക്കും 7 ആക്കിയോ എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചിന്തനെ അങ്ങ് ഇഗ്നോർ ചെയ്തേക്കുക. അത് ഇബ്ലീസിൽ നിന്നാണ്. അത് ഏതൊരു ഇബാദത്തിലും അങ്ങനെയാണ്. നമ്മൾ ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് വരികയാണെങ്കിൽ ആ ഡൗട്ടിനെ ഇഗ്നോർ ചെയ്യുക. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ 2 കൗണ്ട് അങ്ങനെയാണോ ഇങ്ങനെയാണോ തോന്നിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ചെറിയ കൗണ്ട് എടുത്തിട്ട് മറ്റേത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ തവാഫിന്റെ കാര്യത്തിൽ തവാഫ് ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുന്നതിനെ കുറിച്ച്, അതായത് നമ്മൾ ആ 7 കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിന്ന് പോയി കഴിഞ്ഞാലുള്ള സാഹചര്യം. തവാഫ് യാതൊരു ഇന്ററപ്ഷനും ഇല്ലാതെ, തടസ്സപ്പെടുത്തലില്ലാതെ മുഴുവനാക്കണം തന്നെയാണ്. പക്ഷെ വളരെയധികം നിർബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മാത്രം. ഓക്കെ, അല്ലാത്ത സാഹചര്യത്തിൽ തവാഫ് ഇടയ്ക്ക് വെച്ച് മുറിച്ചു കഴിഞ്ഞാൽ ആ തവാഫ് കംപ്ലീറ്റ് ഇൻവാലിഡ് ആയി. അപ്പം അതിനുള്ള ഒരു റീസൺ ആണ് നമസ്കാരം. അതിനിടക്ക് ബാങ്ക് വിളിച്ച് അവിടെ ഫർള് നമസ്കാരത്തിന് ജമാഅത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തവാഫ് നിർത്തിവെച്ച് നമസ്കാരത്തിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് എവിടെയാണോ ഏത് കൗണ്ടിലാണോ നമ്മൾ തവാഫ് നിർത്തിയത് അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ,
പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഒരു സംശയം വരും, നമ്മൾ ഫർള് മാത്രമല്ലേ നിസ്കരിക്കേണ്ടത്, കാരണം മിക്കവാറും അവിടെ ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം ജനാസ നമസ്കാരങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പം ജനാസയും കൂടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തവാഫ് കണ്ടിന്യൂ ചെയ്താൽ മതി. അത് അനുവദനീയവുമാണ്, മുസ്തഹബാണ്. ഓക്കെ, പണ്ഡിതന്മാർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം നമ്മൾ തവാഫിന്റെ ഇടയ്ക്ക് ജമാഅത്തിന് പോയി കഴിഞ്ഞാൽ ജനാസയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ കഴിഞ്ഞ് വന്നിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തവാഫ് നിർത്തിയിട്ട് നമുക്ക് പോവാം. തിരിച്ചു വരുമ്പോൾ വുളു എടുത്തിട്ട് വേണം റിസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്. എവിടെയാണോ നിർത്തിയത് അവിടുന്ന് ആ ഒരു കൗണ്ടിൽ നമ്മുടെ ഹജറുൽ അസ്വദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ചില പണ്ഡിതന്മാർ നിങ്ങൾ വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതായത് 1 മുതൽ വീണ്ടും ചെയ്തോളാൻ പറയുന്നുണ്ട്. അതൊരു സേഫർ ഓപ്ഷൻ ആണ്. അല്ലാഹു അഅലം. എന്തായാലും നിർത്തിയെടുത്ത് നിന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി എന്നൊരു റെക്കമെൻഡേഷനും കൂടെ ഉണ്ട്. നമുക്ക് തീരുമാനിക്കാം. ഇനി തവാഫിന്റെ കാര്യത്തിൽ മറ്റു ഭാഗങ്ങൾ, ഓക്കെ, കഅബയുടെ മറ്റു ഭാഗങ്ങൾ, നമ്മൾ ഹജറുൽ അസ്വദിന്റെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ള ഓരോ മൂലകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ടെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം യമനി കോർണർ നമ്മൾ ആ പിക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഹജറുൽ അസ്വദിന്റെ കോർണറിന് തൊട്ട് മുന്നേ ഉള്ള കോർണറാണ് യമനി കോർണർ എന്ന് പറയുന്നത്. യമനി കോർണറിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് കൊണ്ട്, നമ്മുടെ വലത് കൈ കൊണ്ട് ഓരോ പ്രാവശ്യവും പാസ് ചെയ്യുമ്പോൾ ടച്ച് ചെയ്യണം. കിസ് ചെയ്യേണ്ട കാര്യമില്ല. ഹജറുൽ അസ്വദിന്റെ പോലെ കിസ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ടച്ച് ചെയ്യാം. ഇനി ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഹജറുൽ അസ്വദിൽ ചെയ്യുന്നത് പോലെ സൈൻ കാണിക്കുകയെ തക്ബീർ ചൊല്ല് ഒന്നും വേണ്ട. ടച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ടച്ച് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, മുന്നോട്ട് പോവാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മറ്റു 2 കോർണറുകൾ ഉണ്ട് അല്ലെ, ഇറാഖി കോർണറും ഗർബി കോർണറും. ഗർബി കോർണർ ഞാൻ പറഞ്ഞു വെസ്റ്റേൺ കോർണറാണ്. ഈ 2 കോർണറിലും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവിടെ നിൽക്കുകയും തൊടയും പിടിക്കുകയും ഒന്നുമില്ല, ജസ്റ്റ് പാസ് ചെയ്തിട്ട് നടന്നു പോവാ. യമനി കോർണറിൽ നിന്ന് ടച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ടച്ച് ചെയ്യുക, കിസ് ചെയ്യലില്ല, ആക്ഷൻ കാണിക്കലില്ല, അല്ലാഹു അക്ബർ പറയലില്ല. ഗർബി കോർണറും ഇറാഖി കോർണറിലും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ കഅബയുടെ ഈ വാൾസ് ഒക്കെ ഇങ്ങനെ തുടക്കുകയും അവിടെ കിടന്ന് ഡ്രസ്സ് ഉരയ്ക്കുന്ന അങ്ങനത്തെ ഒക്കെ നമ്മൾ കാണും അവിടെ ചെന്നിട്ട്. അതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജറുൽ അസ്വദിന്റെ കോർണറും യമനി കോർണറും മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ. ഹജറുൽ അസ്വദിന്റെ കോർണറിൽ കിസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു കാര്യം, മുൽത്തസം എന്ന് പറഞ്ഞിട്ടൊരു പാർട്ട് ഉണ്ട്. ഞാൻ ഇതിനകത്ത് കാണിക്കാം. ഈ ഹജറുൽ അസ്വദിന്റെ കോർണറിന്റെയും ഡോറിന്റെയും ഇടയ്ക്കുള്ള ഈ ഒരു ഭാഗം, ഓക്കെ, മുൽത്തസം എന്ന് പറയും. ഈ ഒരു ഭാഗത്ത് നമുക്ക് ചേർന്ന് നിന്ന് പറ്റുമെങ്കിൽ മാത്രം, ഓക്കെ, അവിടെയും പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോണ്ട, അവിടെ ചേർന്ന് നിന്ന് നമ്മുടെ നെഞ്ചും കൈയും ഫേസും മുൻകൈയും അതിനോട് ചേർത്ത് നിർത്തി ദുആ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളതാണ്, സുന്നത്തായിട്ട് പറ്റുമെങ്കിൽ മാത്രം. പക്ഷെ ഈ ഏരിയ എപ്പോഴും ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും, പറ്റുന്ന കാര്യമൊന്നുമല്ല, എന്നാലും അറിഞ്ഞിരിക്കുക. ഇനി തവാഫിന്റെ ദുആകളെ കുറിച്ച്. തവാഫിന് മാത്രമായിട്ട്, അതായത് ഓരോ റൗണ്ടിലും അങ്ങനെയൊന്നും ദുആകളൊന്നുമില്ല. ഓക്കെ, പ്രത്യേകിച്ച് ഓരോ റൗണ്ടിന് ദുആകളൊന്നുമില്ല. ഖുർആൻ ഓതാം, ദിക്ർ ചൊല്ലാം, ഏത് ദുആകൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പലരും ഓരോ റൗണ്ടിലും ഇന്ന ദുആ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്കുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതൊന്നും നോക്കുകയും വേണ്ട, വാങ്ങുകയും വേണ്ട, ഫോളോ ചെയ്യുകയും വേണ്ട. നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ദുആകൾ, അല്ലാഹു സുബ്ഹാനഹു തആലയെ പ്രകീർത്തിക്കൽ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ പോലെയുള്ള അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ദിക്റുകള്, ഖുർആൻ ഓതാം എന്നും പണ്ഡിതന്മാരുടെ അഭിപ്രായമുണ്ട്. മെജോറിറ്റി പണ്ഡിതന്മാരുടെയും അഭിപ്രായം. പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന ബൈഹാർട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓതി പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നല്ലത്. പിന്നെ ദുആ സ്വന്തമായിട്ട് ചെയ്യുക, അല്ലാതെ ഒരു ഗ്രൂപ്പായിട്ട് ഒരാൾ ചൊല്ലിക്കൊടുത്ത് ബാക്കിയുള്ളവർ അത് നീറ്റ് ചൊല്ലി അല്ലെങ്കിൽ ആമീൻ ചൊല്ലി ആ പരിപാടി വേണ്ട. സ്വന്തമായിട്ട് ദുആ ചെയ്യാം. പിന്നെ യമനി കോർണറിന്റെയും ഹജറുൽ അസ്വദിന്റെ ഇടയ്ക്ക്, യമനി കോർണർ പാസ് ചെയ്ത് ഹജറുൽ അസ്വദിന്റെ അതിനിടയ്ക്കുള്ള സ്ഥലത്ത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിന അസാബന്നാർ, ഈ ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുള്ളതാണ് എല്ലാ റൗണ്ടിലും. അപ്പം ഇത് മാത്രമേ ഉള്ളൂ സുന്നത്തായിട്ടുള്ള ഒരു ദുആ എന്ന് പറയാൻ
അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ദുആ എന്ന് പറയാൻ തവാഫിന്റെ കാര്യത്തിലുള്ളൂ. അല്ലാത്തത് നമ്മൾ സ്വന്തമായിട്ട് ദുആ ദിക്ർ വേണമെങ്കിൽ ഖുർആൻ പാരായണം ആവാം. ഗ്രൂപ്പിന്റെ കൂടെ വേണ്ട, ആരെങ്കിലും ചൊല്ലുന്നതിന് ഏറ്റു ചൊല്ലണ്ട, ആമീൻ പറയുന്ന പണിക്ക് നിൽക്കണ്ട. നമ്മൾ ശരിക്കും അറിഞ്ഞുകൊണ്ട്, ശരിക്കും തവാഫ് വേറൊരു തരത്തിലുള്ള നമസ്കാരം തന്നെയാണെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഹൃദയം കൊണ്ട് അള്ളാഹുമായിട്ട് അടുക്കുന്ന ഒരു സമയമാണ്, നമുക്ക് വലിയൊരു അവസരമാണ് അത്. ഓക്കെ, അപ്പൊ അത് അതിന് ആ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി തവാഫിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് പറയുമ്പം ഒരുപാട് ഹദീസുകളുണ്ട്. ജാമിഅ തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹസനാക്കിയിട്ടുള്ള ഒരു ഹദീസിനകത്ത് പറയുന്നുണ്ട്, 7 പ്രാവശ്യം കഅബയ്ക്ക് ചുറ്റും അള്ളാഹുവിന്റെ ബൈത്തിന് ചുറ്റും തവാഫ് ചെയ്തു അവൻ ഒരു അടിമയെ മോചിപ്പിച്ചവനെ പോലെയാണ്. മാത്രമല്ല അവന്റെ ഒരു കാല്, ഒരു സ്റ്റെപ്പിന് വേണ്ടി ഒരു കാല് വെച്ച് അത് എടുക്കുന്നതിന്റെ ഇടക്ക് അവന്റെ ഒരു തിന്മ മായ്ക്കപ്പെടാതെ പ്ലസ് അവന് ഒരു നന്മ നൽകപ്പെടാതെയും ഇല്ലാന്ന്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം തവാഫിന് വേണ്ടി നമ്മൾ വെക്കുന്ന ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഒരു തിന്മ മായ്ക്കുകയും ഒരു നന്മ എഴുതപ്പെടുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ ഒരു ഹദീസുണ്ട്. വേറെയും തവാഫിനെ കുറിച്ചുള്ള ഹദീസുകൾ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഹൈറായ രീതിയിൽ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ. ഇനി മഖാമു ഇബ്രാഹിം. മഖാമു ഇബ്രാഹിം നേരത്തെ ഞാൻ ആ മാർക്കിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കഅബയുടെ ആ ഒരു ഫ്രണ്ട് സൈഡ്, ഡോറിന്റെ ആ ഒരു സൈഡിൽ കുറച്ചും സൈഡിലേക്ക് മാറിയിട്ട് നമുക്ക് മഖാമു ഇബ്രാഹിം കാണാം. ഓക്കെ, നമ്മൾ 7ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരാണെങ്കിൽ അവരുടെ റൈറ്റ് ഷോൾഡറും കൂടെ കവർ ചെയ്തിട്ട് മഖാമു ഇബ്രാഹിമിന്റെ അടുത്തേക്ക് നീങ്ങാം. നമ്മൾ സൂറത്ത് ബഖറയിൽ 125-ാമത്തെ ആയത്ത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, അല്ലെ? ഇബ്രാഹിമിന്റെ മഖാമിൽ നിങ്ങൾ നമസ്കാര സ്ഥലമായിട്ട് എടുക്കൂ. അതിന്റെ വിശദീകരണമൊക്കെ നമ്മൾ പഠിച്ചതാണ്. പോകുന്നവരുണ്ടെങ്കിൽ ഒന്നും കൂടെ അതൊക്കെ അങ്ങനെയുള്ള ആയത്തുകളൊക്കെ ഒന്നും കൂടെ കേട്ടിട്ട് പോവാം. അപ്പൊ നമുക്കത് ശരിക്കും അവിടെ എത്തുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് തവാഫിന് ശേഷം മഖാമു ഇബ്രാഹിമിന്റെ പിന്നില് 2 റക്അത്ത് നമസ്കരിക്കുക. ആ നമസ്കാരത്തിൽ സൂറത്ത് കാഫിറൂൻ അല്ലെങ്കിൽ സൂറത്ത് ഇഖ്ലാസ്. പക്ഷേ എപ്പോഴും അതേപോലെ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുക എന്ന് വെച്ചാൽ പോസിബിൾ ആയിരിക്കില്ല. ഈ ഒരു പിക്ചറിലൊക്കെ ക്രൗഡ് കണ്ടല്ലോ അല്ലെ, ഹജ്ജിന്റെ സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവിടെ തന്നെ നിന്ന് നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് തെറ്റുമാണ്, ഭയങ്കര റിസ്കിയാണ്. നമുക്ക് എന്ത് പണി വേണമെങ്കിലും കിട്ടാം. ഓക്കെ, അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ അല്ലാത്ത സമയത്ത് സാധാരണ മാസങ്ങളിലെ ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ പറ്റാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ നമസ്കരിക്കുക. മഖാമ് നമ്മുടെ മുന്നിൽ വരുന്നത് പോലെ ആൾക്കാരുടെ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്കൊരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ നമസ്കരിക്കുക. ഇനി അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുറച്ച് മാറി നിന്നിട്ട് ദൂരത്തുനിന്ന് കാണുന്ന പോലെ ആണെങ്കിലും ചെയ്യുക. ഇനി അതിനും പറ്റില്ല എന്നുണ്ടെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ എവിടെ വേണമെങ്കിലും നിന്നിട്ട് തവാഫിന്റെ ഈ 2 നമസ്കരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കുക. ഓക്കെ, ഹറം. ഇനി അത് ശരിക്കും മക്കയുടെ ഹറാമിലും എവിടെ വേണമെങ്കിലും നമസ്കരിക്കാന്നാ പറയുന്നത്. മസ്ജിദുൽ ഹറാമിൽ തന്നെ വേണമെന്നില്ല, മക്കയുടെ ഹറാമിലും എവിടെ വേണമെങ്കിലും ഈ 2 റക്അത്ത് നമസ്കരിക്കാന്നാ പറയുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് പള്ളി വിട്ട് പോകാത്തത് കൊണ്ട് നമുക്ക് മസ്ജിദുൽ ഹറാമിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഇത് നമസ്കരിക്കാം. പിന്നെ മഖാമു ഇബ്രാഹിമിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് അന്ന് ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്നാൽ പോലും മഖാമു ഇബ്രാഹിം എന്ന് പറയുന്നത് നമ്മൾ ആ കാണുന്ന ഈ ഒരു സ്ട്രക്ചർ അല്ല മഖാമു ഇബ്രാഹിം. ആക്ച്വലി ഇതിന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പാദം, അല്ലെ? ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഖവായിദ് കഅബയുടെ ഫൗണ്ടേഷൻ തീർത്തിട്ട് അത് ഉയർത്താൻ വേണ്ടിയിട്ട് കയറി നിന്ന ആ ഒരു സ്ഥലമാണ് മഖാമു ഇബ്രാഹിം. ഇതിനെ കവർ ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു സ്ട്രക്ചർ അവിടെ കാണുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് മഖാമു ഇബ്രാഹിമിനെ കുറിച്ച്. ഇനി നമുക്ക് സംസം. ഓക്കെ, സംസം വെള്ളത്തിന്റെ കാര്യം പറയാം. 2 റക്അത്ത് നമസ്കാരം, തവാഫിന്റെ നമസ്കാരം നമസ്കരിച്ചതിന് ശേഷം നമ്മൾ സംസമിന്റെ സ്റ്റേഷനിലേക്ക് പോവുക. അതിൽ നിന്ന് കുടിക്കുക. അതിൽ കുറച്ച് നമ്മുടെ തലയിൽ ജസ്റ്റ് ഇങ്ങനെ ഒഴിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് തടവുകയോ ചെയ്യാം. ഇതും ഒരു സുന്നത്തിൽ പെട്ടതാണ്. പിന്നെ അതിനുശേഷം കഴിയുന്നുണ്ടെങ്കിൽ ഹജറുൽ അസ്വദിൽ വന്ന് തക്ബീർ, അല്ലാഹു അക്ബർ പറയുക, ടച്ച് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം അവിടെ അപ്പോഴേക്ക് വീണ്ടും തവാഫ് നടക്കുന്നുണ്ടാവും, തിരക്കായിരിക്കും. പക്ഷെ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്താൽ നല്ലത്. ഇനി സംസം വെള്ളത്തിന്റെ കാര്യം പറയുമ്പം അവിടെ ഇഷ്ടം പോലെ കൂളറുകളിലും ടാപ്പിലും ഒക്കെ ഉണ്ടാവും. ഇതേപോലെ കൂളേഴ്സ് കാര്യങ്ങൾ കാണാം. സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതും പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ള കൗണ്ടറുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എപ്പോഴും തള്ളും തിരക്കും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ പുരുഷന്മാർ മാത്രം സ്ത്രീകൾ മാത്രം ഒന്നായിട്ട് നടക്കൂല.
ഓക്കെ, അപ്പം അതാണ് സംസം വെള്ളത്തിന്റെ. ഇനി സംസം വെള്ളത്തിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ചുള്ള ഹദീസുകൾ. ഇവിടെയും പറഞ്ഞ പോലെ കുറെ ഹദീസുകളുണ്ട്, നമുക്കൊന്ന് രണ്ടെണ്ണം കാണാം. സുന്നൻ ഇബ്നു മാജയിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് ഹസനാക്കിയിട്ടുള്ളതാണ്. മാ ഉ സംസമ ലിമാ ശുരിബ ലഹു, എന്തിനു വേണ്ടിയാണോ അല്ലെ കുടിച്ചത് അതാണ് സംസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് നീയത്തോടു കൂടിയാണോ സംസം വെള്ളം കുടിക്കുന്നത് അത് ആ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നുള്ളത്. പിന്നെ വേറൊരു ഹദീസ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത് അൽബാനി സ്വഹീഹാക്കിയ ഹദീസാണ്. ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർദി മാഉ സംസം, ഭൂമുഖത്തുള്ള ഏറ്റവും ബെസ്റ്റ് വെള്ളം എന്ന് പറയുന്നത് സംസമാണ്. ഫീഹി ത്വആമുൻ മിൻ ത്വഅമി വശിഫാഉൻ മിൻ സുഖമി, അതിൽ എന്താണ് ഭക്ഷണമുണ്ട്. ഓക്കെ, ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണമുണ്ട്, അതേപോലെ രോഗത്തിന് ഷിഫായുമുണ്ട്. അപ്പം സംസം വെള്ളത്തിന് ഇതുപോലെ കുറെ ഹദീസുകളൊക്കെ ഉണ്ട് അതിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള. അപ്പം ആ ഒരു നീയത്തോടു കൂടി സംസം വെള്ളം കുടിക്കുമ്പോൾ അത് ശരിക്കും ഒരു ഇബാദത്ത് പോലെ തന്നെ കരുതിയിട്ട് ചെയ്യുക. പിന്നെ സംസം വെള്ളത്തിന്റെ കാര്യത്തിൽ അത് നിന്ന് കുടിക്കാവുന്നതാണ്. മറ്റ് ഡ്രിങ്ക്സ് പോലെയല്ല, സംസം വെള്ളം നമുക്ക് നിന്ന് കുടിക്കാനുള്ള അനുവാദമുണ്ട്. ഇനി നമുക്ക് സഴിയിലേക്ക് പോവാം. സഫയ്ക്കും മർവയ്ക്കും ഇടയിലുള്ള സഅയു ബൈന സഫ വൽ മർവ. സഅയിന്റെ സ്റ്റെപ്പുകൾ എന്ന് പറയാൻ നമുക്കറിയാം. ഇത് ജസ്റ്റ് ചുരുക്കി പറയാണ്, നമുക്ക് വിശദമായിട്ട് പറയാം. പിന്നെ ആദ്യം സഫയിൽ നിന്ന് തുടങ്ങാം. സൂറത്ത് ബഖറയിലെ 158 ആയത്ത് അല്ലെ, മിൻ ശഅഇരില്ല, ആ ആയത്ത് പാരായണം ചെയ്യാം. ദിക്റും ദുആയും ചെയ്യാം. നമുക്കിതൊക്കെ വിശദമായിട്ട് കാണാം. മർവയിലേക്ക് നടക്കുക. അങ്ങനെ സഫയിൽ നിന്ന് മർവയിലേക്ക് നടക്കുമ്പോൾ അതൊരു റൗണ്ട്. ഓക്കെ, സഫയിൽ നിന്ന് മർവയിലേക്കാണ് ഒരു റൗണ്ട്. പിന്നെ മർവയിൽ ഇതേപോലെ സഫയിൽ ചെയ്ത പോലെ ദുആയും ദിക്റും ഒക്കെ ചെയ്യില്ല, എന്നിട്ട് തിരിച്ച് നടക്കുക. അപ്പോഴേക്ക് റൗണ്ട് 2 ആയി. ഇപ്പൊ സഫയിൽ നിന്ന് തുടങ്ങി മർവയിലെത്തി, മർവയിൽ നിന്ന് തിരിച്ച് സഫയിലെത്തുമ്പോഴേക്ക് റൗണ്ട് 2 ആയി. ഓക്കെ, പിന്നെ അതേ രീതിയിൽ 7 റൗണ്ടുകൾ കംപ്ലീറ്റ് ചെയ്ത് അതായത് മർവയിലെത്തുമ്പോഴാണ് 7 റൗണ്ട് ആക്കുക. സഫ ടു മർവ, തിരിച്ചു വന്ന് പിന്നെ പോയി, അങ്ങനെ 7ാമത്തെ റൗണ്ട് മർവയിലാണ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പം ഇതിന് വിശദമായിട്ട് കാണുമ്പോൾ നമ്മൾ സഫയുടെ അടുത്തെത്തുമ്പോൾ, സഫയുടെ താഴെ എത്തുമ്പോൾ സൂറത്ത് ബഖറയിൽ 158 ആയത്ത് ഇന്ന സ്വഫ വൽ മർവത മിൻ ശഅഇരില്ല അല്ലെ, സഫയും മർവയും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടയാളങ്ങളിൽ നിന്നുള്ളതാണ്. ഈ ആയത്തും നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ കൂടെ, ഓക്കെ, മഖാമു ഇബ്രാഹിമിന്റെ ആയത്തിന്റെ കൂടെ ഈ ആയത്തിന്റെ വിശദീകരണം ഒന്ന് ശരിക്കും കേട്ട് പറ്റുമെങ്കിൽ നോട്ടൊക്കെ എഴുതിയിട്ട് പോകാൻ. നമുക്ക് ആ ഒരു ഫീലിംഗ്, ശരിക്കും സഅയ് എന്ന് പറയുമ്പോൾ അത് ഫീലിങ്ങോട് കൂടി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ. ഹാജർ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു സുബ്ഹാനല്ലാഹ് ആ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് ആ ഒരു ഫീലിങ്ങോട് കൂടി ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് എന്തായാലും അതിന്റെ വിശദീകരണം നമ്മളെ ക്ലാസ്സിൽ എടുത്തതോ ഇനി വേറെ ആരെങ്കിലും എടുത്തതാണെങ്കിലും അത് വിശദീകരണം കേട്ടിട്ട് തന്നെ പോവാം. അപ്പം അത് ചൊല്ലുക. അതിനുശേഷം അബ്ദ അല്ലെങ്കിൽ നബ്ദ, ഞങ്ങൾ തുടങ്ങുന്നു. അള്ളാഹു എവിടെ നിന്ന് തുടങ്ങി, അല്ലെങ്കിൽ അള്ളാഹു എവിടെ വെച്ച് തുടങ്ങിയോ അവിടെ വെച്ച് ഞങ്ങൾ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഞാൻ തുടങ്ങുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ പെട്ടതാണ്. ഇതൊക്കെ വലിയൊരു ഹദീസിന്റെ ഭാഗമാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ലെങ്ത് ഉള്ളത് കൊണ്ടാണ് ഹദീസ് ഇവിടെ പറയാത്തത്. ഓക്കെ, അപ്പം അപ്രകാരം പറയുക. എന്നിട്ട് സുന്നത്ത് എങ്ങനെയാന്ന് വെച്ചാല് സഫ കയറുക, കഅബ കാണുന്നത് വരെ സഫ കയറുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം സഫ മല ഗ്ലാസ്സിൽ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് കയറാൻ ഇപ്പോൾ പറ്റൂല. ഓക്കെ, അപ്പോൾ കയറാൻ പറ്റുന്ന സമയത്ത് അത് കയറി കഅബ കാണുന്നത് വരെ കയറാന്നുള്ളതായിരുന്നു. ഇപ്പം കയറാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഇനി പിന്നീട് തുറക്കുമെന്ന് അറിയില്ല, അല്ലാഹു അഅലം. അപ്പം എന്താണ് കയറാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അത് സഫയുടെ താഴെ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ആയത്ത്, അതുപോലെ നബ്ദഉ ബിമാ ബദഅ അല്ലാഹു ബിഹി ആ ദുആ, അതിനുശേഷം ദിക്റുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസ്മൽ അഹ്സാബ വഹ്ദഹു. ഇതും ഈ പറഞ്ഞ പോലെ ഒരു വലിയ ഹദീസാണ്, അതുകൊണ്ടാണ് ഹദീസ് എടുക്കാത്തത്. അങ്ങനെ ചൊല്ലി അതിനുശേഷം നമുക്ക് ദുആ ചെയ്യാം. അപ്രകാരം ഇത് 3 പ്രാവശ്യം, ദിക്ർ 3 പ്രാവശ്യം. ആദ്യം ദിക്ർ, ദുആ, വീണ്ടും ദിക്ർ, ദുആ, വീണ്ടും ദിക്ർ. അങ്ങനെ 3 ദിക്റിന്റെ ഇടയിൽ 2 പ്രാവശ്യം ദുആ. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ദുആ ചൊല്ലാം. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നടത്തം തുടങ്ങാം. ഇതാണ് സഅയിന്റെ ആരംഭം എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നടത്തം തുടങ്ങിയതിന് ശേഷം അത് സഫയിൽ കയറുകയാണെങ്കിൽ, സഫന്റെ മേലെ കയറുകയാണെങ്കിൽ സഫ മലയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നടത്തം മർവയുടെ നേരെ നടത്തം
നടക്കുക. അപ്പം പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഗ്രീൻ ലൈറ്റ് ഏരിയ കാണും. ഓക്കെ, ഒരു പച്ച വെളിച്ചമുള്ള ഒരു ഏരിയ ഉണ്ടാവും. അവിടെ പുരുഷന്മാർക്ക് മാത്രം കുറച്ചും കൂടെ സ്പീഡ് ഒന്ന് കൂട്ടണം. സാധാരണ നടത്തത്തിൽ നിന്ന് ആ ഗ്രീൻ ലൈറ്റ് കഴിയുന്നത് വരെ അവർ നമ്മൾ ജോഗ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ ഇത്തിരി ഒന്ന് സ്പീഡിൽ നടക്കും. എന്നിട്ട് പിന്നെ നോർമലായിട്ട് മറവ വരെ പോകും. മറവേന്റെ മുകളിൽ എത്തുമ്പോഴും ഇതേപോലെ ഈ പറഞ്ഞ പോലെ ദിക്റും ദ്വായും, ഓക്കെ, ദിക്റും ദ്വായും ചെയ്ത് അങ്ങനെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും തിരിച്ച് സഫയിലേക്ക് വരാം. ഗ്രീൻ ലൈറ്റിൽ പുരുഷന്മാര് ജോഗ് ചെയ്യുക, ബാക്കിയുള്ളത് നോർമൽ. അങ്ങനെ സഫയിലേക്ക് എത്തുക. അപ്പോൾ അത് രണ്ടാമത്തെ റൗണ്ട്. പിന്നെ മറവയിലേക്ക്. അങ്ങനെ 7 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇനി സായിലായിരിക്കുമ്പോൾ അല്ലാതെ ചൊല്ലാൻ പറ്റുന്ന ഒരു ദുആ എന്ന് പറഞ്ഞിട്ട് റബ്ബി ഗഫിർ വർഹം ഇന്നക അൻതൽ അഅസുൽ അക്രം. റബ്ബി ഗഫിർ വർഹം ഇന്നക അൻതൽ അഅസുൽ അക്രം. ഞാനത് ഇവിടെ കൊടുക്കാൻ വേണ്ടി മറന്നുപോയതാണ്. പറ്റുമെങ്കിൽ നോട്ട്സിന് കൊടുത്തരാം. റബ്ബി ഗഫിർ വർഹം ഇന്നക അൻതൽ അഅസുൽ അക്രം. അപ്പം ഈ ഒരു ദുആ സായിൽ വേണമെങ്കിൽ ചൊല്ലാം. പിന്നെ ജോഗിങ്, ഞാൻ പറഞ്ഞ പച്ച ലൈറ്റിന്റെ ജോഗിങ് പുരുഷന്മാർക്ക് മാത്രമാണ്. ഇനി സായിയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, മെജോറിറ്റി പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം സായി ഒരു വാലിഡ് ആയിട്ടുള്ള തവാഫിന് ശേഷമാണ് ചെയ്യേണ്ടത്. ഓക്കെ, തവാഫ് കഴിഞ്ഞ ഉടനെ ചെയ്തിട്ടില്ലെങ്കിലും തവാഫിന് ശേഷമാണ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് മുമ്പ് ഒരു എക്സെപ്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ, സ്ത്രീകൾക്ക് ഹൈവായിരിക്കുമ്പം തവാഫ് ചെയ്യാൻ പറ്റില്ല, സായി ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സായി ചെയ്യാം. പിന്നീട് ക്ലീൻ ആയതിനു ശേഷമാണ് തവാഫ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്താൽ മതി. അതൊരു എക്സെപ്ഷൻ മാത്രമാണ്. ഇനി സായിയും ഈ പറഞ്ഞ പോലെ ഇടക്ക് തടസ്സങ്ങളൊന്നും ഇല്ലാതെ ചെയ്യണം. വേറെ അത്യാവശ്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, അത്യാവശ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റീസൺസ് തന്നെ. നമസ്കാരത്തിൽ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ജനാസ നമസ്കാരം ഉണ്ടെങ്കിൽ, പ്ലസ് ബാത്റൂമിൽ പോകേണ്ട അത്യാവശ്യങ്ങൾ, വിസർജന ആവശ്യങ്ങൾ അത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാം. പക്ഷെ സായിക്ക് വുദു ഒരു കണ്ടീഷൻ അല്ല. ഓക്കെ, സായിക്ക് വുദു കണ്ടീഷൻ അല്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് ഹൈദിന്റെ കാര്യത്തിൽ സായി ചെയ്യാന്ന് പറഞ്ഞത്. പിന്നെ ഇതേപോലെ സായിയും നടക്കാൻ പറ്റാത്തവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള വാഹന സൗകര്യത്തിലോടുകൂടി റൈഡ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ വേറെ ഫ്ലോറുകളിലും സായിയുണ്ട്. ഇനി സായില് പറ്റാവുന്ന അബദ്ധങ്ങൾ, പുരുഷന്മാര് ഫുൾ ആദ്യം മുതൽ അവസാനം വരെ ഈ ജോഗിങ് ചെയ്യുന്ന രീതികൾ ചെയ്യാറുണ്ട്. അവർക്ക് ആ ഗ്രീൻ ലൈറ്റ് ഏരിയയിൽ മാത്രമേ സ്പീഡ് കൂട്ടേണ്ട കാര്യമുള്ളൂ. മറ്റൊരു കാര്യം, ഈ നമ്മൾ പറഞ്ഞ സൂറത്ത് ബഖറയിലെ 158-ാമത്തെ ആയത്ത് എല്ലാ റൗണ്ടിലും ചൊല്ലേണ്ട ആവശ്യമില്ല. ആദ്യം സഫയുടെ അടുത്തെത്തുമ്പോൾ, സഫയുടെ താഴെ എത്തുമ്പോൾ മാത്രം, തുടക്കത്തിൽ മാത്രമേ അത് ആവശ്യമുള്ളൂ. പിന്നെ ഒരു കൗണ്ടായിട്ട് കണക്കാക്കുന്നത്, സഫയിൽ മറവയിലേക്ക് പോയി മറവയിൽ നിന്ന് തിരിച്ച് സഫയിലേക്ക് വരുന്നതാണ് ഒരു കൗണ്ടായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെയല്ല, സഫയിൽ നിന്ന് മറവയിലേക്ക് പോയാൽ 1, മറവയിൽ നിന്ന് സഫയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ആദ്യത്തും കൂടെ കൂട്ടിയിട്ട് 2ആണ്. അപ്പം അത് മനസ്സിലാക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തവാഫിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ചില ബുക്കുകൾ ഉണ്ട്, ഓരോ റൗണ്ടിലും ഇന്ന ദുആ ചൊല്ലണം, ആ ദുആ ചൊല്ലണം എന്നൊക്കെ. അങ്ങനെയുള്ള പ്രാക്ടീസുകളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ പറഞ്ഞിട്ടില്ല. അപ്രകാരം സായി കംപ്ലീറ്റ് ചെയ്ത് മർവയിൽ നിന്ന് പുറത്തേക്ക് എക്സിറ്റ് ചെയ്യാം. അതിനുശേഷം ഉള്ള കാര്യം എന്ന് പറയുന്നത് ഹൽഖ് തഖസീർ അല്ലെ, മുടി ഷേവ് ചെയ്ത് കളയൽ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയൽ, അതാണ് ലാസ്റ്റ്. അപ്പം ഈ പറഞ്ഞ പോലെ 7 റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് മറവയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മുടി, പുരുഷന്മാർക്കാണെങ്കിലും മുടി വടിച്ചു കളയാം, സ്ത്രീകൾക്ക് കട്ട് ചെയ്ത് കളയാം. അത് വടിച്ചു കളയലാണെങ്കിലും കട്ട് ചെയ്ത് കളയലാണെങ്കിലും ഫുൾ എല്ലാ മുടിയും അതായിരിക്കണം. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ പോരാ, എല്ലാ ഭാഗവും ടച്ച് ആവുന്ന രീതിയിൽ ആയിരിക്കണം. സ്ത്രീകൾക്ക് ഏകദേശം ഒരു 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ, ഒരു മിനിറ്റ്, ഇതാ സ്ത്രീകൾക്ക് ഏകദേശം 1-2 സെന്റിമീറ്റർ, നമ്മൾ ഒരു ഫിംഗറിന്റെ ലെങ്ത്തിൽ കട്ട് ചെയ്ത് കളയാം. പക്ഷെ കട്ട് ചെയ്ത് കളയുന്നത് എല്ലാ ഭാഗത്തെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കണം. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ പോരാ. ഓക്കെ,
അപ്രകാരം നമ്മൾ ഈ ഒരു കട്ടിങ്ങും കൂടെ, അതായത് ഹൽഖ അല്ലെങ്കിൽ തക്സീർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തഹല്ലുലായി, അതായത് ഇഹ്റാമിൽ നിന്ന് പുറത്ത് കടന്നു. അപ്പം ഇഹ്റാമിൽ എന്തൊക്കെ നമുക്ക് ഹറാമായിരുന്നോ അതൊക്കെ ഇപ്പോൾ ഹലാലായിട്ട് മാറി. പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ബാബർ ഷോപ്പിന്റെ കാര്യം ഒക്കെ പറയുമ്പോൾ അവർ അത് നേരത്തെ നോക്കി വെച്ച്, അതായത് അവരെവിടെയാണോ താമസിക്കുന്നത് അങ്ങോട്ട് പോകുന്ന വഴിയിലേക്കുള്ള ബാബർ ഷോപ്പൊക്കെ കണ്ടുപിടിച്ച് നേരത്തെ വെക്കുകയാണെങ്കിൽ തിരക്കും പ്രയാസങ്ങളും ഇല്ലാതെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താൻ പറ്റും. ഇനി നമുക്ക് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത്രയും നേരം കണ്ടത്, അതായത് ഉംറയുടെ കാര്യങ്ങൾ, ഉംറയുടെ റുക്കുനുകൾ അല്ലെ, അർക്കാനുൽ ഉംറ 3 കാര്യങ്ങളാണ് റുക്കുനുകൾ: ഇഹ്റാം, ത്വാഫ്, സഅയ്. ഇതിൽ ഏതെങ്കിലും ഒന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉംറ ഇതുപോലെ ഒരു തൂണ് നഷ്ടപ്പെട്ടിട്ട് വീണു പോകും അല്ലെ. അപ്പം ഉംറ വാലിഡേ അല്ല, ഉംറ ചെയ്ത് കംപ്ലീറ്റ് അല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം അർക്കാനുൽ ഉംറ ഇത് 3 ആണ്. ഇനി ഉംറയുടെ വാജിബാത്തുകൾ, വാജിബാത്തുൽ ഉംറ എന്ന് പറയുന്നത്, ഇഹ്റാം എന്ന് പറയുന്നത് ആസ് സച്ച് ഇഹ്റാം റുക്നാണ്. പക്ഷെ ഇന്ന സ്ഥലത്ത് നിന്ന്, മക്കയുടെ ഹറമിന് പുറത്ത് നിന്ന്, അതായത് മക്കയിൽ താമസിക്കുന്നവരാണെങ്കിൽ ഹറമിന് പുറത്ത് പോയിട്ട്, ഇത് ഉംറയുടെ കാര്യമാട്ടോ വരുന്നത്. ഹജ്ജിന്റെ കാര്യത്തിലേക്ക് നമുക്ക് ഹജ്ജിന്റെ ഇതിന് ശേഷമുള്ള സെഷനുകളിൽ ഹജ്ജിന്റെ ഇഹ്റാമിന്റെ കാര്യം പറയാം. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് ഉംറയുടെ ഇഹ്റാമിന്റെ കാര്യമാണ്. അപ്പം ഹറമിനകത്ത് താമസിക്കുന്നവരാണെങ്കിൽ ഹറമിന് പുറത്ത് പോയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, തൻഈമിൽ ആയിഷ മസ്ജിദിൽ പോയി ഇഹ്റാം കെട്ടിയിട്ട് വരാം. ഇനി അതല്ല മീഖാത്ത് പരിധിയുടെ പുറത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ അവരവരുടെ മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുക. ഉംറയുടെ വാജിബാത്തുകൾ ഒന്നാണ്. പിന്നെ മുടി ഷീവിയോ അല്ലെങ്കിൽ മുറിക്കുകയോ മുറിച്ച് ചെറുതാക്കുകയോ ചെയ്യലും ഉംറയുടെ വാജിബാത്തുകൾ ഒന്നാണ്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായാൽ ഫിദിയ നൽകണം. നമ്മൾ ആദ്യം പറഞ്ഞത് റുക്നുകളാണ്. റുക്നുകൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉംറയെ വാലിഡ് അല്ല, നമ്മളത് വീണ്ടും വന്ന് അത് കംപ്ലീറ്റ് ചെയ്യുകയും വേണം. ആ ഉംറ വാലിഡ് അല്ലാത്തതുകൊണ്ട് വീണ്ടും ഉംറ ചെയ്യുകയും വേണം. ഓക്കെ, പക്ഷെ വാജിബാത്തുകളിൽ ഏതെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഫിദിയ നൽകണം. അപ്പം ഇത് രണ്ടും നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കാം. അപ്പം അത്രയാണ് ഉംറ എന്ന് പറയുന്നത്. പൊതുവെ ഇപ്പം ഹജ്ജിന് പോയവരാണെങ്കിലും ഉംറയ്ക്ക് പോയവരാണെങ്കിലും, ഹജ്ജിന് പോയവരാണെങ്കിൽ ഹജ്ജ് തമത്താൾ ചെയ്യുന്നവർക്ക് ഉംറയുടെ ഇഹ്റാം കഴിഞ്ഞ് തഹല്ലുലായി കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് സമയം മക്കയിൽ താമസത്തിന് കിട്ടും ഹജ്ജിന്റെ കാര്യത്തിൽ. ഇനി ഉംറയുടെ കാര്യത്തിലാണെങ്കിൽ അല്ലെ, അവര് സ്വാഭാവികമായിട്ട് ഉംറ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചു കാലം മക്കയിൽ താമസിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവാറുണ്ട്. കുറച്ച് രാജ്യങ്ങളിൽ നിന്നൊക്കെ പോകുന്നു നമ്മളെ പോലെയുള്ള ആളുകൾക്ക് എപ്പോഴും കുറച്ച് സമയം കിട്ടാറുണ്ട്. അപ്പം മക്കയിലെ താമസത്തിനെ കുറിച്ച് നമുക്ക് കുറച്ചൊന്ന് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. മക്കയിലായിരിക്കുമ്പോൾ നമ്മൾ പരമാവധി നമ്മുടെ സമയം ഏറ്റവും വൈസായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ അനാവശ്യമായ സംസാരങ്ങളും അല്ലേ, നമ്മൾ സ്ഥിരമായിട്ട് നാട്ടിൽ നിന്ന് കാണുന്നവരെയും ഫ്രണ്ട്സിനെയും കുടുംബക്കാരുടെ അടുത്തൊക്കെ ഫോൺ ചെയ്തും മെസ്സേജ് അയച്ചും ഒക്കെ സംസാരിച്ച് ഐഡിലായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. ഷോപ്പിംഗ് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹലാലാണെങ്കിൽ പോലും അല്ലെ, അനുവദനീയമാണെങ്കിൽ പോലും അത് ഒരുപാട് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാതെ കുറച്ച് സമയം വേണ്ട അത്യാവശ്യങ്ങൾ മാത്രം ചെയ്തിട്ട് അത് മാറ്റിവെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാം മക്കയുടെ ഹറമിലായിരിക്കുമ്പോൾ ഓരോ നന്മയ്ക്കും അതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഒരുപാട് ഇരട്ടിയാണ്. അതേപോലെ തന്നെ തിന്മയ്ക്കുള്ള ശിക്ഷയും ഭയങ്കരമാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ സംസാരങ്ങളിലും ഇതുപോലെയുള്ള ഐഹികമായിട്ടുള്ള കാര്യങ്ങളിലും ഇടപെടുമ്പോൾ നമ്മൾ പോലും അറിയാതെ തിന്മകൾ വന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മസ്ജിദുൽ ഹറാമിലുള്ള ഒരൊറ്റ നമസ്കാരവും മിസ്സാക്കാതെ നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്കറിയാം ഏകദേശം 1,00,000 ഇരട്ടി പ്രതിഫലമാണ് അല്ലെ. നമ്മൾ വർഷങ്ങൾ നമസ്കരിക്കുന്ന പ്രതിഫലമായിരിക്കും നമുക്ക് ചിലപ്പോൾ ഒരു വക്തിന് തന്നെ കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അത് നഷ്ടപ്പെടുത്താതിരിക്കുക. പിന്നെ ത്വാഫ് എത്രത്തോളം, അതായത് നിർബന്ധമല്ലാത്ത ത്വാഫ്, ഉംറയുടെ ത്വാഫ് അല്ലാത്ത അല്ലെങ്കിൽ ഹജ്ജിന്റെ ത്വാഫ് അല്ലാത്ത ത്വാഫുകൾ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. മസ്ജിദുൽ ഹറമിൽ നമ്മളെ പോലെയുള്ള വിസിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ചാൻസ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അത് അധികരിപ്പിക്കുക. പക്ഷേ ക്ഷീണിപ്പിച്ചിട്ട് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ത്വാഫും ചെയ്യാതിരിക്കുക. പക്ഷെ ഇപ്പം അതിന് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ. പുരുഷന്മാർക്ക് ശരിക്കും റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നാണ് കേട്ടത്. നമുക്ക് സ്ത്രീകൾക്ക് പറ്റുന്ന പോലെ അതെന്ന് വെച്ചാൽ ഒരുപാടാക്കിയിട്ട് ഭയങ്കര ക്ഷീണം പിടിപ്പിക്കേണ്ട. പിന്നെ നമസ്കാരം, ഖുർആൻ ഓതല്, ദിക്ർ, ദുആ, തദബ്ബുർ അതുപോലെയുള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുക. ഒരു തരത്തിലുള്ള മറ്റു ഇബാദത്തുകളുണ്ട് അല്ലെ, നമുക്ക് ചാരിറ്റി കൊടുക്കാൻ അവസരം ഉണ്ടെങ്കിൽ അത്, നോമ്പെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നോമ്പ്, മറ്റുള്ളവരെ സഹായിക്കുക, സലാം
വ്യാപിപ്പിക്കുക, പുഞ്ചിരിക്കുക, അതുപോലെയുള്ള ഒരു ഇബാദത്തും, അതായത് ഒരു നല്ല കാര്യവും ഒരു എന്താണ് സ്വാലിഹായ അമലും നഷ്ടപ്പെടുത്താതെ ചെയ്തുകൊണ്ടേയിരിക്കുക. തെറ്റുകളിലേക്ക് വന്നു പോകാൻ സാധ്യതയുള്ള സംസാരങ്ങൾ പോലും അല്ലെങ്കിൽ നോട്ടങ്ങൾ പോലും കുറയ്ക്കുക. കാരണം ചിലപ്പോൾ നമുക്കറിയാം, ചിലരുടെ അടുത്ത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ തന്നെ കൺട്രോൾ വിട്ട് ചിലപ്പോൾ തെറ്റുകൾ വന്നു പോകും. അങ്ങനെയുള്ള സംസാരങ്ങൾ, അങ്ങനെയുള്ള ആളുകളെയും പറ്റുമെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അഥവാ ഒരു രക്ഷയില്ലാന്നുണ്ടെങ്കിൽ പുഞ്ചിരിയിൽ ഒതുക്കുക. ഓക്കെ. പിന്നെ ആരെങ്കിലും നമസ്കരിക്കുന്നതിന്റെ മുന്നിലൂടെ നടക്കുമ്പോൾ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, അതൊരു തെറ്റായിട്ട് പോകുന്ന രീതിയിലേക്ക് ആവാതിരിക്കുക. കാരണം ഭയങ്കര അശ്രദ്ധമായിട്ട് നടന്നു പോകുന്നവരൊക്കെ ഉണ്ട്. പിന്നെ മസ്ജിദുൽ ഹറമിൽ കയറുമ്പോൾ തഹയ്യത്ത് നമസ്കരിക്കുക, അതായത് ത്വാഫ് നിയത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തഹയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ചില ഓർമ്മപ്പെടുത്തലുകൾ, ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല. നമ്മൾ ഇവിടെ എവിടെയായിരുന്നാലും നമ്മൾ ചെയ്യേണ്ട പ്രതിഫലാർഹമായ കാര്യങ്ങളാണ്. ഒരു 5-6 ഹദീസുകൾ വെച്ചിട്ട് അവിടെ ആകുമ്പോൾ കൂടുതൽ അല്ലെ, നമുക്കറിയാം ഓരോ ഫലം നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് കൂടുതൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ഈ പറഞ്ഞത് ഒരു ഫുൾ ലിസ്റ്റ് ഒന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ ഒരു സജഷൻ പോലെ പറയാണ്. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം നമസ്കാരത്തിന് ശേഷം മസ്ജിദിൽ ഇരുന്ന് ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കുക. മലായിക്കത്ത് അവരുടെ മേലെ ബ്ലെസ്സിങ്സിലെ അവരുടെ മേലെ സലാം ഇറക്കും. പിന്നെ നമ്മൾ എത്രത്തോളം നേരം ദുആയിലായിരിക്കുന്നുവോ അത്രത്തോളം നമുക്ക് മലായിക്കത്തിന്റെ റഹ്മത്ത് അല്ലെ, അവരുടെ കാരുണ്യം ഇറങ്ങും. പ്ലസ് നമുക്ക് പാപമോചനവും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അടുത്ത ഒരു സജഷൻ എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്ർ നമസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെ അവിടെ തന്നെ ഇരുന്ന്, നമുക്കറിയാം ഇഷ്റാഖ് നമസ്കാരത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലെ. സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു 14 മിനിറ്റ് 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് വരെ അവിടെ തന്നെ ഇരുന്ന് കൂടുതൽ ദുആകളും ദിക്റുകളിലും ഒക്കെ അധികരിപ്പിക്കാറുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ റവാത്തിബ് സുന്നത്തുകൾ സ്ഥിരമായിട്ട് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫജ്റിന് മുമ്പുള്ളത്, ളുഹറിന് മുമ്പ്, ശേഷം, മഗ്‌രിബിന് ശേഷം, ഇശാക്ക് ശേഷം ആ കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക. കാരണം അവിടെ നിന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ധാരാളമായിട്ട് നമുക്ക് പ്രതിഫലം കിട്ടാനുള്ള സാധ്യതയാണ്. പിന്നെ രാത്രി നമസ്കാരം, ഖിയാമുകൾ. ഓക്കെ. നോമ്പല്ലാത്ത സമയത്താണെങ്കിൽ തഹജ്ജുദ് നമസ്കാരത്തിന് അവിടെ ജമാഅത്ത് ഉണ്ടാവും. നോമ്പിന്റെ സമയമാണെങ്കിൽ നമുക്ക് ഖിയാമുൽ ലൈൽ, തറാവീഹ് ഉണ്ടാവും, ഖിയാമുൽ ലൈലും ഉണ്ടാവും. ഓക്കെ. അപ്പം ഏതെങ്കിലും ഒന്ന് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ അതിനകത്ത് കൂടാൻ ശ്രമിക്കുക. അത് നമ്മൾ ഒരുപാട് പ്രതിഫലം പ്ലസ് നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാനുള്ള വേറൊരു അവസരം കൂടിയാണത്. പിന്നെ ദിക്റുകൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 പ്രാവശ്യം ആക്കിയാൽ 10 അടിമകളെ മോചിപ്പിച്ചത്, 100 നന്മകള് 100 തിന്മകൾ മായ്ക്കപ്പെടും, ശൈത്താനിൽ നിന്ന് ആ ദിവസം മുഴുവനും രക്ഷപ്പെടും. പിന്നെ അതിനേക്കാൾ ഉത്തമമായത് ആരെങ്കിലും ചെയ്തതിലല്ലാതെ അല്ലെ, അതിനേക്കാളും അത് അത്രയും ഹെവിയാണ്, അതിനേക്കാളും ബെറ്റർ ആയിട്ട് ആരെങ്കിലും ചെയ്തതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹസന തന്നെയാണ് അതിന്റെ മേലെ നിൽക്കുക. അതേപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം 100 പ്രാവശ്യം. നമുക്കറിയാം തുലാസിൽ ഭാരം തൂകുന്നതാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. കടലിലെ നുര പോലെ പാപങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മായ്ക്കപ്പെടും. പിന്നെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന നിലനിൽക്കുന്ന നന്മകളാണ്. ഇതേപോലെ തിന്മകൾ മായ്ക്കപ്പെടും. പിന്നെ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിഹാദ് ചെയ്ത് അല്ലെങ്കിൽ യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചോടിയവനാണെങ്കിൽ പോലും പൊറുക്കും എന്നുള്ള അതുപോലെയുള്ള കുറേ ദിക്റുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ ഇങ്ങനെയുള്ള സെഷനുകൾ സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണ്. അപ്പം ഓരോരുത്തർക്കും ഇതുപോലെ പ്രിയപ്പെട്ടതും കൂടുതൽ പ്രതിഫലമുള്ളതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അത് എഴുതിക്കൊണ്ടായിട്ടാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല എഴുതി ഓർമ്മിപ്പിക്കാതെ തന്നെ ചെയ്യുന്നവരാണെങ്കിൽ മാഷാ അല്ലാഹ് അത് അവിടെ നിന്നും അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം എന്തായാലും അവിടെ ചെല്ലുമ്പോൾ പല രീതിയിൽ ഇതിനൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവും, പരീക്ഷണങ്ങൾ ഉണ്ടാവും. പലരും ഇതല്ലാത്ത പല കാര്യങ്ങളിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നതും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇത് നമ്മൾ മനസ്സുകൊണ്ട് ഇതിനൊക്കെ തയ്യാറെടുത്തുകൊണ്ട് തന്നെ പോവാം. പിന്നെ ഖുർആൻ ധാരാളമായിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കുക. അത് ഈവൻ ഒരു വളരെ കഷ്ടപ്പെട്ടിട്ട് സ്റ്റാമർ ചെയ്ത് ഓതുന്ന ആൾക്ക് പോലും 2 പ്രതിഫലം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. മലായിക്കത്ത് ഒരുപാട് പ്രതിഫലം എഴുതി വെക്കുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് ഖുർആൻ ഓതുന്നത് ധാരാളമായിട്ട് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ ജനാസ നമസ്കാരം വലിയൊരു അവസരമാണ് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത്. അപ്പം ജനാസ നമസ്കാരം
ഒന്നും മിസ്സാക്കാതിരിക്കുക. നമുക്കറിയാം ജനാസ നമസ്കാരത്തിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് അല്ലെ ഉഹുദ് മലയോളം എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഉഹുദ് മലയുടെ വലിപ്പം ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നോക്കിക്കോ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരു ജനാസ നമസ്കാരം എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് എടുക്കും? ഏറി വന്നാലേ 2 മിനിറ്റോ 3 മിനിറ്റോ. അപ്പൊ നമുക്ക് എത്രത്തോളം ഉഹുദ് മലയോളം പ്രതിഫലം ഉണ്ടാക്കാനുള്ള അവസരമാണെന്നുള്ളത് ഓർക്കുക. ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഇതിന്റെ ഭാഗമായിട്ട് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ മക്കയിലെ താമസത്തിന്റെ ഭാഗമായിട്ട് ഉംറ ആവർത്തിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ഒരു ഉംറ നിർവഹിച്ചു. ചിലര് എന്താ ചെയ്യാന്ന് വെച്ചാൽ മക്കയിൽ നിന്ന് വീണ്ടും ഈ പറഞ്ഞ പോലെ തനീമിൽ പോയി ഇഹ്റാമിൽ പ്രവേശിച്ച് വീണ്ടും വന്ന് ഉംറ ചെയ്യും, വീണ്ടും വന്ന് ഉംറ ചെയ്യുന്ന ആ ഒരു രീതികൾ പലരും ചെയ്യാറുണ്ട്. ഓക്കെ, ഒരു ദിവസത്തെ തന്നെ 2 പ്രാവശ്യവും അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ ഉംറയും അങ്ങനെയൊക്കെ. ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾക്കൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ യാതൊരു ആധാരവും ഇല്ല. പ്ലസ് അതിനുശേഷം വന്ന സഹാബാക്കളും റളിയല്ലാഹു അൻഹും അവരുടെ ഇടയിലും ഇത്തരത്തിലുള്ള ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഒരു പ്രാക്ടീസിന് യാതൊരു ആധാരവും ഇല്ല. അതുകൊണ്ട് അങ്ങനെ മക്കയിലായിരിക്കുമ്പോൾ മൾട്ടിപ്പിൾ ഉംറ ഇങ്ങനെ മെനക്കെട്ട് ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ നമ്മൾ മദീനയിൽ പോയിട്ട് കാരണം സ്വാഭാവികമായിട്ടും മദീനയിലുള്ള ഒരു യാത്ര ഉണ്ടാവും മക്കേ ആ ഒരു സമയത്ത്. അപ്പൊ മദീനയിൽ പോയി നമുക്ക് തിരിച്ചു വരുമ്പോൾ ദുൽഹുലൈഫില് നമുക്ക് മീഖാത്തുണ്ട്, അങ്ങനെ വന്ന് തിരിച്ചു ഉംറ ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതേപോലെ തന്നെ ഹജ്ജിന്റെ ഉംറക്കാരും ഹജ്ജിന് വേണ്ടി വന്നവർ, ഹജ്ജ് തമത്തോ അല്ലെങ്കിൽ ഖിറാൻ ചെയ്യുന്നവർ ആദ്യം ഓൾറെഡി ഒരു ഉംറ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഹജ്ജ് ചെയ്തതിന് ശേഷം വീണ്ടും ഉംറ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്രകാരം ഉംറ വീണ്ടും 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 ചെയ്യുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. പലരും അത്തരം ഉംറ അങ്ങനെ റിഗ്രസ് ആയിട്ട് ഉംറ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഫർദ് നമസ്കാരങ്ങൾ പോലും നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ എത്താറുണ്ട്. അപ്പം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഈ പറഞ്ഞ പോലെ പോയി, അതായത് മദീനയിൽ പോയി തിരിച്ചു വരുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഇനിയിപ്പോ 2 ആഴ്ചയൊക്കെ അതായത് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്ത ഒരു സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പീരിയഡ്സ് ആയപ്പോൾ അത് ആ ഉംറ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തതിന്റെ അതൃപ്തി അറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരന്റെ അടുത്ത് മീഖാത്തിൽ പോയി ഇഹ്റാമിൽ പ്രവേശിച്ച് തിരിച്ചു വന്ന് ഉംറ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം ഒരു 15-20 ദിവസത്തിന്റെ ഗ്യാപ്പിലാണ്. അപ്പം അതുപോലെയുള്ള റെഫറൻസസ് വെച്ചിട്ട് പണ്ഡിതന്മാർ അത് പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ മുടി കളഞ്ഞിട്ട് അത് തിരിച്ച് വന്ന് വീണ്ടും ഒരു കളയാൻ പറ്റുന്ന സാഹചര്യം ആകുന്ന ആ ഒരു ഗ്യാപ്പിൽ ഉംറ ചെയ്യുന്നതിൽ വിരോധമില്ല, എന്ന് വെച്ചാൽ അധികരിപ്പിക്കരുത് എന്നാണ് പൊതുവെയുള്ള റെക്കമെൻഡേഷൻ. ഓക്കെ, അപ്പോൾ ഒരു 15 ദിവസത്തിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തെന്ന് വെച്ച് കുഴപ്പമില്ല. അതേപോലെ നമ്മൾ മദീനയിലേക്ക് നമ്മുടെ മുസ്തഹബായ ഒരു യാത്രയുണ്ട്, അതിനുശേഷം തിരിച്ചു വന്ന് ഉംറ ചെയ്തെന്ന് വെച്ചിട്ട് അതും നല്ലത് തന്നെ. പക്ഷേ മക്കയിൽ തന്നെ നിന്നുകൊണ്ട് വീണ്ടും 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 മീഖാത്തിൽ പോയിട്ട് ഉംറ ചെയ്ത് വരൽ സുന്നത്തല്ല എന്ന് മാത്രമല്ല, അത് നമുക്ക് എക്സസ് ആയിട്ടുള്ള ക്ഷീണവും അത് ഫർളായിട്ടുള്ള പല കാര്യങ്ങളും മിസ്സാക്കാനൊക്കെ ഉള്ള കാരണം ആയേക്കാം. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതുപോലെ നമ്മൾ മക്കയിൽ തന്നെ നിൽക്കുകയാണ്, വീണ്ടും ഉംറ ചെയ്യാം ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള എക്സെപ്ഷൻസ് ഉള്ള കാര്യങ്ങൾ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ഉംറ ചെയ്യുക. മരണപ്പെട്ടു പോയ ആർക്കെങ്കിലും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള രോഗം ഉള്ള ആരെങ്കിലും, അതായത് ജീവിച്ചിരിക്കുന്നുണ്ട് ആള് പക്ഷെ പെർമനന്റ് ആയിട്ടുള്ള ഒരു രോഗിയാണ്, അത് റിക്കവർ ചെയ്യാനേ ചാൻസ് ഇല്ലാത്തല്ലേ, അങ്ങനെയുള്ള രോഗങ്ങൾ നമുക്കറിയാം. അങ്ങനെയുള്ള ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഉംറ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് പോയി ഇഹ്റാമിൽ പ്രവേശിച്ച് വന്നിട്ട് ഉംറ ചെയ്യാം. ഇനി അതല്ല, ഏതെങ്കിലും ഒരു ശപഥം അല്ലെങ്കിൽ നേർച്ചയുടെ ഭാഗമായിട്ടുള്ള ഉംറ, ഞാൻ ഇങ്ങനെ ചെയ്തോളാം എന്ന് നേർച്ച ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ശപഥം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ബാധ്യതയാണല്ലോ അല്ലെ. അപ്പം ആ രീതിയിലുള്ള ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മക്കയിൽ നിന്ന് പുറത്തുപോയി ഇഹ്റാമിൽ പ്രവേശിച്ച് തിരിച്ചു വന്നിട്ട് ചെയ്യാം. അല്ലാത്ത രീതിയിൽ മക്കയിലായിരിക്കുമ്പോൾ റിപ്പീറ്റഡ് ഉംറ പണ്ഡിതന്മാർ എൻകറേജ് ചെയ്യുന്നില്ല. ഹറാമാണെന്നല്ല, അവർ എൻകറേജ് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല അതിന്. ഉംറ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വോളണ്ടറി ആയിട്ടുള്ള സുന്നത്തായിട്ടുള്ള തവാഫുകൾ ധാരാളം ചെയ്യാം. അതുപോലെ പല കർമ്മങ്ങളും പല ബിർറ് ഉള്ള നന്മയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. ഇതുപോലെ എക്സസൈസ് ആയിട്ടൊന്നും ചെയ്തിട്ട് നമ്മളെ ശരീരം ക്ഷീണിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഹജ്ജു ഉംറത്തു അൽ ബദൽ, ഓക്കെ, ബദലായിട്ട് ചെയ്യുന്ന, അതായത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഹജ്ജ് അല്ലെങ്കിൽ ഉംറ, അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം ഇൻഷാ അല്ലാഹ്. നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഉംറ ചെയ്യുമ്പോൾ നമ്മുടെ നീയത്ത്, ഓക്കെ, ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോഴുള്ള നീയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ അൻ ഫുലാൻ, ആ ഫുലാൻ എന്നുള്ള സ്ഥലത്ത് ആരാണോ ആർക്ക് വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പേര് പറയാം. അല്ലാഹുവേ ഇന്ന ആൾക്ക് വേണ്ടി ഞാൻ ഉംറ ചെയ്യുന്നു. അതേപോലെ ഹജ്ജ് ആണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ അൻ ഫുലാൻ,
ഓക്കെ, അള്ളാഹു ഇന്നയാൾക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യുന്നു എന്നുള്ള നിയത്തോടു കൂടി ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ഹജ്ജോ ഉംറയോ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾക്ക് വേണ്ടി തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും. പിന്നെ വേറൊരാൾക്ക് വേണ്ടി ചെയ്യാന്ന് പറയുമ്പം ആ ആള് ഒന്നെങ്കിൽ മരണപ്പെട്ട ആളായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു രോഗമുണ്ട്, അതൊരിക്കലും അയാൾക്ക് റിക്കവർ ചെയ്യാനും പറ്റൂല, ഉംറക്ക് വരാനും പറ്റൂല. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും റീസണാൽ ഒരാൾക്ക് ജീവിതകാലത്ത് ഒരിക്കലും ഹജ്ജോ ഉംറയോ ചെയ്യാൻ പറ്റൂല എന്നുള്ള കാരണമാണെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഹജ്ജ് അല്ലെങ്കിൽ ഉംറ ചെയ്യാൻ പറ്റുള്ളൂ. അതും നിർബന്ധ ഹജ്ജ് അല്ലെങ്കിൽ ഉംറ, അതായത് ഒരു പ്രാവശ്യമുള്ളത്. അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സുന്നത്തായിട്ട് അവർ ഓൾറെഡി ഹജ്ജ് ചെയ്തതാണ്, വീണ്ടും അവർക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ തീരെ ചെയ്യാത്ത ആൾക്ക് അവരുടെ ജീവിതത്തിൽ ഫർദായിട്ടുള്ള ഹജ്ജ് അല്ലെങ്കിൽ ഫർദായിട്ടുള്ള ഉംറ ഒരു പ്രാവശ്യം ചെയ്യുന്നതാണ് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുക. അവർ ഓൾറെഡി ചെയ്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ വീണ്ടും ചെയ്യുന്ന കാര്യത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതേപോലെ ഈ ബദൽ ഹജ്ജിന്റെ അല്ലെങ്കിൽ ഉംറയുടെ കാര്യത്തിൽ നിയ്യത്ത് ആണ് ഇമ്പോർട്ടന്റ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ നിയ്യത്ത് വെക്കണം. ഓക്കെ, ഇന്ന ആൾക്ക് നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഉംറ അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് വെക്കാം. പക്ഷെ അവരുടെ പേര് നമുക്ക് പറയാൻ മറന്നു പോവുകയോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ച് എനിക്ക് വേണ്ടി ഉംറ ചെയ്യാൻ വേണ്ടി നിയ്യത്ത് ചെയ്തിട്ട് അവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നാം ഇല്ലല്ല ഞാൻ അത് വേറൊരാൾക്ക് വേണ്ടി ആക്കട്ടെ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ വേറൊരാൾക്ക് വേണ്ടി എന്ന് വെച്ച് നിയ്യത്ത് വെച്ചു, പക്ഷെ അവരുടെ പേര് പറയാൻ മറന്നു പോയി എന്ന് വെച്ച് കുഴപ്പമില്ല, നമ്മൾ വേറൊരാൾക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഇഹ്റാമിലൊക്കെ പ്രവേശിച്ചിട്ട് അവിടെ എത്തുമ്പോൾ തവാഫ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നാണില്ല ഞാൻ വേറൊരാൾക്ക് വേണ്ടി ചെയ്യട്ടെ, അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റൂല. അതേപോലെ തിരിച്ചും നമ്മൾ വേറൊരാൾക്ക് വേണ്ടിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് നിയ്യത്ത് വെച്ച് കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പോൾ വിചാരിക്കും ഇത് ഞാൻ എനിക്ക് വേണ്ടി ആക്കാണ്, അങ്ങനെയും ചെയ്യാൻ പറ്റില്ല. അപ്പം ആർക്ക് വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നത് ആ തീരുമാനം നമ്മൾ ഇഹ്റാമിന് മുമ്പ് തന്നെ എടുത്തിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ അതിനനുസരിച്ച് നിയ്യത്ത് വെക്കണം. ഓക്കെ, അപ്പം അത്രയാണ് ഉംറയുടെ കാര്യം. ഞാൻ പറഞ്ഞു, ഈ ഉംറ എന്ന് പറയുമ്പോൾ ഹജ്ജിന്റെ ഉംറയും അല്ലാത്ത അത് ഹജ്ജിന്റെ മുമ്പ് നമ്മൾ ചെയ്യുന്ന അല്ലെ ഹജ്ജുൽ ഖുറാനിലോ ഹജ്ജുൽ തമത്തുഇലോ ചെയ്യുന്ന ഉംറയാവാം. ഇനി അതല്ല നമ്മൾ അല്ലാതെ ഉംറക്ക് വേണ്ടിയുള്ള യാത്രകളിൽ ചെയ്യുന്ന ഉംറയാവാം. അതിന് ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നാളെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഹജ്ജിന്റെ കാര്യങ്ങളുമായിട്ട് എപ്പോഴാണോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം എപ്പോഴാണ് ക്ലാസ് എന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് തൃപ്തികരമായിട്ടുള്ള ഇബാദത്തുകൾ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അവന് തൃപ്തിയുള്ള രീതിയിൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.